ഹലോ ഫ്രണ്ട്സ്, എന്തിൻ്റെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ കൂന്തൽ അല്ലെങ്കിൽ കണവത്തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും പല പേരുകളാണ് കേട്ടോ ഇതിന്. നിങ്ങളുടെ സ്ഥലത്തൊക്കെ എന്താ പറയാമെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ തുടങ്ങിയാലോ? അതിനായിട്ട് നമ്മുടെ കൂന്തലൊക്കെ ക്ലീൻ ചെയ്ത് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 1/2 കിലോളം ഉണ്ട് കേട്ടോ. പിന്നെ ഇത് 5 അല്ലി വെളുത്തുള്ളി ചതച്ചത്, ഇത് മീഡിയം സൈസ് ഇഞ്ചി ചതച്ചത്, പിന്നെ ഒരു തക്കാളി, കുറച്ച് കറിവേപ്പില, പിന്നെ ഇതൊരു 10 ചെറിയ ഉള്ളി ചതച്ചതാണ് കേട്ടോ. അതിനായി ആദ്യം തന്നെ ഒരു ചട്ടിയോ പാനോ എടുക്കുക. ശേഷം അതിലേക്ക് കട്ട് ചെയ്ത കൂന്തൽ ഇട്ട് കൊടുക്കുക. ശേഷം ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, തക്കാളി, കറിവേപ്പില, ഉള്ളി ചതച്ചത്, ഉപ്പ് ഇട്ട് കൊടുക്കുക. 1/4 കപ്പ് വെള്ളവും ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് മൂടി 10-15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കുക. പിന്നെ ഇത് 4 ചെറിയ ഉള്ളി, 3 പച്ചമുളക്, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ പെരുംജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 കപ്പ് തേങ്ങ, ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിൽ ഇട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇതുപോലെ ആകാവുള്ളൂ കേട്ടോ. ഇത് ഞാൻ മറ്റൊരു പാത്രത്തിലോട്ട് ആക്കുവാണ്. ഒരു 15 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കൂന്തന്റെ വെള്ളം അത്യാവശ്യം വറ്റി അതിന്റെ നടുക്കായിട്ട് നമുക്ക് ഈ ചതച്ച തേങ്ങയായിട്ട് കൊടുക്കുക. ശേഷം അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ ചെയ്യുക. പിന്നെ ഒരു മൂടി 5 മിനിറ്റ് വേവിക്കുക. ശേഷം മൂടി തുറന്ന് ഇതെല്ലാം നല്ലപോലെ യോജിപ്പിക്കുക. പിന്നെ ഒരു 5 മിനിറ്റോളം വെയിറ്റ് ചെയ്യുക. വെള്ളം ഒരുപാട് അങ്ങ് ഡ്രൈ ആയി പോകരുത് കേട്ടോ. അതിനു മുമ്പ് തീ ഓഫ് ചെയ്യുക. ശേഷം മറ്റൊരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് 1 ടീസ്പൂൺ കടുകും 5 ചെറിയ ഉള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ഇട്ട് ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റുക. ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച കൂന്തൽ തോരനിലോ അല്ലെങ്കിൽ കണവ തോരനിലോട്ട് ഒഴിച്ച് മിക്സ് ചെയ്യുക. അങ്ങനെ നമ്മുടെ കൂന്തൽ തോരൻ റെഡി. അങ്ങനെ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ.